കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളായ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന നല്ല സൗഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യും. എൻ്റെ പേര് ജേക്കബ്. ട്രൂത്ത് ചർച്ച് കുരിപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ദൈവവചന പ്രഘോഷണം ചെയ്യുവാനും ദൈവവചന സത്യങ്ങളെ ദൈവജനത്തിന് വെളിപ്പെടുത്തുവാനും അതിൽ കൂടിയുള്ള വിടുതൽ ലഭ്യമാകുവാനും ക്രിസ്തീയ ജീവിതം ജയകരമായ ജീവിതം ആയിത്തീരേണ്ടതിന് കർത്താവാം യേശു ക്രിസ്തു നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതം സാധ്യമായി തീരേണ്ടതിന് ഈ ദൈവവചന പഠന ക്ലാസ്സുകൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു: അതുകൊണ്ട് നിങ്ങൾ നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ഹോശേയ ലേഖനത്തിൽ, ഹോശേയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കർത്താവാം ദൈവം ഇങ്ങനെ പറയുന്നു: പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകും. പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകും. ഇവിടെയെല്ലാം ദൈവത്തിന്റെ മക്കളെ കുറിച്ചാണ് ദൈവം പറയുന്നത്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിനാണ്. കാൽവറി ക്രൂശിൽ കർത്താവാം ദൈവം നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ കർത്താവ് പറഞ്ഞു, സകലതും നിവൃത്തിയായി. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടും സ്നാനപ്പെട്ടും ദൈവിക കൂട്ടായ്മ അനുഭവിക്കുന്ന നമ്മൾ ദൈവിക പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാതെ, ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ, സത്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയാതെ, ദൈവവചനത്തിന്റെ ഗുപ്തനിധികളെ കണ്ടെത്താൻ കഴിയാതെ നാം പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഈ ദൈവവചന പഠനത്തിലൂടെ നമ്മുടെ ജീവിതം സമ്പൂർണമായി അനുഗ്രഹം പ്രാപിക്കട്ടെ. ഒരു ദൈവത്തിന്റെ പൈതൽ ഏറ്റവും സന്തോഷമുള്ളവനും അനുഗ്രഹിക്കപ്പെട്ടവനുമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള പാപ സ്വഭാവങ്ങൾ, ദുശീലങ്ങൾ വളരെ ഗൗരവമായിട്ട് ദൈവം പാടില്ല എന്ന് പറയുന്ന ഭയം, നിഷേധാത്മകമായ ചിന്തകൾ, വിഷാദങ്ങൾ, വൈകാരികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ നാം കടന്നു പോകുമ്പോൾ പലയിടത്തും നമ്മൾ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, അടിമത്വം അനുഭവിക്കുന്നു. എന്നാൽ ആ മേഖലയെല്ലാം ഈ തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കുന്നതോടൊപ്പം നാം സ്വതന്ത്രമാകുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. നിശ്ചയമായും നമ്മുടെ ജീവിതം അഭിഷേകമുള്ള, ദൈവിക അഭിഷേകം പ്രാപിക്കുന്ന, ദൈവിക അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരനുഭവമായി തീരും എന്നുള്ളതിന് സംശയമില്ല. ദൈവിക ശുശ്രൂഷയിൽ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അവരുടെ ദൈവിക ശുശ്രൂഷകൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് സംശയമില്ല. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ സഭയാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ വസിക്കുന്നു. വി ആർ ദ മൂവിങ് ടെമ്പിൾസ് എന്നാണ് പറയുന്നത്. നാം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുള്ളത് സഭയോടാണ്. ഈ തിരുവചന സത്യങ്ങളെ നാം ഗ്രഹിക്കുമ്പോൾ, ശ്രദ്ധ വെച്ച് കേൾക്കുമ്പോൾ, അതനുസരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരും. ദൈവം ഏദനിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കുന്ന സമയത്തിന് മുമ്പേ സകലതും ദൈവം മനുഷ്യന് വേണ്ടതെല്ലാം നിർമ്മിച്ചു തന്നു. ഒരു വാക്കിനാൽ അവൻ സകലതും ഉളവാക്കി. കർത്താവിന്റെ കഴിവ്, കർത്താവിന്റെ ശക്തി എല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇന്ന് നാം ആയിരിക്കുമ്പോൾ ഈ സകലവിധം അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയിലും കഴിവിലുമല്ല. പിന്നെയോ ദൈവം നമ്മളോട് പറയുന്നു, ദൈവത്തിന്റെ സവിശേഷമായ ദിവ്യ സ്വഭാവങ്ങൾ നമ്മളിലാകുകയും ആ ദിവ്യ സ്വഭാവങ്ങളിലൂടെ ദൈവം മക്കളായിരിക്കുന്ന നമ്മളുടെ അവകാശങ്ങളും വാഗ്ദത്തങ്ങളും പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ ഒരു സവിശേഷ ഗുണമത്രേ
സകലത്തിന്മേലും വാഴുക എന്നുള്ള സ്വഭാവം. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയതിനു ശേഷം ദൈവം പറഞ്ഞു, നിങ്ങൾ സകല ചരാചരങ്ങളും മേലും ജീവജല ജന്തുക്കളും മേലും സകലത്തിന്റെ മേലും വാഴുവി. അത് കൽപ്പനയായിട്ടാണ് ആദാമിന് നൽകുന്നത്. ഈ വാഴുവ് എന്ന് പറയുന്ന വാക്ക് മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കലല്ല, പിന്നെയോ എല്ലാവരുടെ കഴിവുകളും ഗുണഗണങ്ങളും ബ്ലെസ്സിങ്സുകളും നാം തിരിച്ചറിയുകയും അവരെ അംഗീകരിക്കുകയും നമ്മളിലുള്ള അനുഗ്രഹങ്ങളും ദൈവികമായ ഭാവങ്ങളും കഴിവുകളും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്ന അവസ്ഥ എത്രയും വാഴുക എന്ന് പറയുന്ന പദം കൊണ്ട് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരിലും നമ്മളിലുള്ള പൂർണ്ണ പ്രാപ്തി കണ്ടെത്താനുള്ള കഴിവത്രേ വാഴുക എന്നുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. മോശയുടെ കാലഘട്ടത്തിൽ മോശ അപ്പച്ചൻ ദൈവത്തിന്റെ സന്നിധിയിൽ 40-80 ദിവസം പർവ്വതത്തിൽ തമ്പുരാനോടൊപ്പമായിരുന്നു. തമ്പുരാനിൽ നിന്ന് മോശ പ്രാപിച്ച ദൈവികമായ സ്വഭാവങ്ങൾ എന്താണെന്ന് തിരുവചനത്തിൽ നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സ്വർഗത്തിലെ ദൈവം തന്നെ മോശയെക്കുറിച്ച് പറയുന്നു, സകലം മനുഷ്യരിലും മോശയെപ്പോൾ സൗമ്യനായി മറ്റാരുമില്ല. മോശയുടെ സൗമ്യത അത്രേ അവന്റെ നേതൃത്വ ഗുണത്തിന് ലക്ഷക്കണക്കിന് ജനത്തെ ഒരു ദേശത്തു നിന്ന് വിടുവിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോസ്തലനായ പൗലോസ് മോശയെക്കുറിച്ച് പറയുന്നത്, മോശ ദൈവിക ഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ മറ്റൊരു ആട്രിബ്യൂട്ടായ സവിശേഷമായ ദിവ്യ സ്വഭാവം അത്രേ വിശ്വസ്തത. യേശു കർത്താവും പിതാവിന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നത് പോലെ മോശയും ആയിരുന്നു. അപ്പൊ മോശയിൽ വെളിപ്പെട്ടു വന്ന വിശ്വസ്തത ദൈവിക അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് അവനിടയായിത്തീർന്നു. ദൈവത്തിന്റെ സവിശേഷമായ സ്വഭാവമായ വിശ്വസ്തതയും സൗമ്യതയും അത്രേ മോശയപ്പച്ചനെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നയിക്കുവാനിടയായിത്തീർന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ദൈവസന്നിധിയിൽ ദൈവവചനം ധ്യാനിക്കുമ്പോൾ, നമ്മുടെ അപേക്ഷകളും പ്രാർത്ഥനകളും നമ്മുടെ അനുഗ്രഹത്തിനും നമ്മുടെ വാഗ്ദത്തങ്ങൾക്കായി ദൈവസന്നിധിയിൽ നാം ഉപവസിക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് കൈമാറ്റപ്പെടുന്നത് ദൈവത്തിന്റെ ദിവ്യ സ്വഭാവങ്ങളത്രേ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, കർത്താവിന്റെ വിശ്വസ്തത എന്ന ദിവ്യ സ്വഭാവം നമ്മളിലേക്കാകട്ടെ. കർത്താവിന്റെ സൗമ്യത നമ്മളിലേക്കാകട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മലയിലെ പ്രസംഗത്തിൽ യേശു കർത്താവ് പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. അപ്പോ ഭൗതികമായ നന്മകളാണെങ്കിലും ആത്മീയ മണ്ഡലത്തിലായാലും അനുഗ്രഹം പ്രാപിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സൗമ്യത ആവശ്യമാണ്. സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നവരോട് കർത്താവ് പറഞ്ഞത്, സമാധാനത്തിനുള്ള സുവിശേഷം കാലിന് ചെരിപ്പാക്കി നിങ്ങൾ അണിയണം. അപ്പോ കർത്താവിന്റെ ദിവ്യ സ്വഭാവമാകുന്ന സമാധാനം, സൗമ്യത, വിശ്വസ്തത തുടങ്ങിയ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവങ്ങളാണ് നാം പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ക്രിസ്തീയ ജീവിതത്തിലൂടെ, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ, കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെ എനിക്കും നിങ്ങൾക്കും ലഭ്യമാകുന്നത്. അത് നമ്മുടെ ജീവിതം തികച്ചും പൂർണ്ണമായി ധന്യമായ അനുഗ്രഹപ്രദമായ ജീവിതത്തിലേക്ക് മാറും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം അതിന് കൂട്ടാളികളായി തീരുവാൻ, കർത്താവിനോട് ചേർന്ന് ദൈവിക കൂട്ടായ്മയിലായിരിക്കാൻ, ദൈവവചന സത്യങ്ങളെ, മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം, സ്വർഗീയമായിട്ടുള്ള പരിജ്ഞാനങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ തിരുവചന മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ കർത്താവ് കൊതിയോടെ നോക്കിയിരിക്കുകയാണ്. ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ വേലക്കാരാക്കി മാറ്റുവാൻ കർത്താവ് ഇന്ന് യുവതിയുവാക്കളെ നോക്കിക്കൊണ്ടിരിക്കുക, കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക, ഈ തലമുറയെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്രയും ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ നാവായി, കർത്താവിന്റെ കരങ്ങളായി, കാലുകളായി
കർത്താവിന്റെ യോദ്ധാക്കളായി തീരുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന ദൈവവേദിയിലെ ക്രിസ്ത്യ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ക്രിസ്ത്യ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. ക്രിസ്ത്യ ജീവിതം ജയകരമായ ജീവിതമാണ്. ക്രിസ്ത്യ ജീവിതം ജയകരമായി നടത്തേണ്ടതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ടൂൾസുകളും, എല്ലാവിധമായ റിസോഴ്സുകളും, എല്ലാവിധമായ ബ്ലെസ്സിങ്സുകളും സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം ചെയ്തു കഴിഞ്ഞു. ഇത് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് തിരുവചന മർമ്മങ്ങളെ ഗ്രഹിച്ച് ആ തിരുവചനത്തെ അനുസരിക്കുവാൻ ഞാൻ നിങ്ങളും തയ്യാറാകുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അത് നമ്മൾ സാധ്യമായി തീരും എന്നുള്ളതിന് സംശയമില്ല. കർത്താവാം യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമാകുന്നതിന് മുമ്പ് 3.5 വർഷക്കാലം നമ്മോട് കൂടെ ആയിരുന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, പിതാവാം ദൈവം സ്വർഗത്തിൽ പറഞ്ഞു കേട്ടതല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തില്ല. സമ്പൂർണമായി പിതാവിനെ അനുസരിക്കുക എന്നുള്ള ദൈവിക സ്വഭാവം കർത്താവിലുണ്ടായി. സ്വർഗത്തിലെ ദൈവം ദൈവമായിരിക്കെ സകല മഹത്വവും സകല തേജസ്സും വിട്ടുകളഞ്ഞ് നമ്മെ പോലൊരുവനായി ദാസവേഷമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. അത് കർത്താവിന്റെ സൗമ്യതയും താഴ്മയുമായിരുന്നു. ദൈവത്തിന്റെ ദിവ്യ സ്വഭാവമാകുന്ന ദൈവിക സ്നേഹം, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ്, നിബന്ധനകളില്ലാത്ത സ്നേഹം, അഗാപ്പെ ലവ് യേശു കർത്താവ് നമ്മളിൽ കാട്ടിത്തന്നു. അതത്രേ കാൽവരി ക്രൂശിൽ നമ്മൾ കണ്ടത്. ദൈവവചന മർമ്മങ്ങളെ, സത്യങ്ങളെ അതുപോലെ തന്നെ പിതാവാം ദൈവം പറഞ്ഞത് അതുപോലെ നമ്മളെ വെളിപ്പെടുത്തി തരുവാൻ സത്യം എന്ന ദിവ്യ സ്വഭാവം കർത്താവിലുണ്ടായിരുന്നു. കർത്താവിന് മനസ്സിലുള്ള ഒരു ദൈവമായിരുന്നു. കർത്താവിന് ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിന്റെ പൂർണ്ണത കാൽവരി ക്രൂശിലാണ് നമ്മൾ കണ്ടത്. മാനവജാതിക്ക് വേണ്ടി മരിക്കാനായി സ്വർഗത്തിൽ നിന്നൊരുവൻ ഇറങ്ങി വരുന്നു. നമ്മുടെ പാപത്തെയും ശാപത്തെയും അകൃത്യത്തെയും അതിക്രമത്തെയും അതിന്റെ ശിക്ഷയായ മരണം കർത്താവ് ഏറ്റെടുത്ത് നമ്മളെ സ്വതന്ത്രരാക്കി. യേശു കർത്താവിന്റെ തിരുരക്തം നമ്മെ വീണ്ടും വില കൊടുത്തു വാങ്ങി കർത്താവിന്റെ മക്കളാക്കി പിതാവാം ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പിച്ചു. ആ വിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമായിട്ടും നാം പ്രാപിപ്പാൻ കഴിയാതിരിക്കുന്ന മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുമെങ്കിൽ ഹല്ലേലൂയ, നാം ജയകരമായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ അത്രേ നാം പരാജയപ്പെട്ടു പോകുവാൻ, ദൈവവചന മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ കഴിയാതെ, അനുസരിക്കുവാൻ കഴിയാതെ നാം ഭാരപ്പെട്ടു പോകുന്നത്. നമ്മുടെ ശൈശവ കാലം തൊട്ട് ഇന്നേ വരെയുള്ള തെറ്റായ അറിവുകൾ, സ്കൂളുകൾ, മാതാപിതാക്കൾ, സഹപ്രവർത്തകർ, കൂട്ടുകാർ, നമ്മുടെ സമൂഹത്തിലുള്ള മീഡിയാസുകൾ, ഇതിലൂടെയൊക്കെ നമുക്ക് ലഭ്യമായിരിക്കുന്ന അറിവുകൾ ദൈവികമല്ലാത്തത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മളെ പരാജയത്തിലേക്ക് നയിക്കും. രക്ഷിക്കപ്പെട്ടാലും സ്നാനപ്പെട്ടാലും ദൈവികമല്ലാത്ത വിശ്വാസങ്ങൾ നമ്മുടെ അകത്തളത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാകാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി, ചെറുപ്പകാലം മുതൽ ഇന്നേ വരെ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി സംഭവിച്ചിട്ടുള്ള സംഭവങ്ങൾ ആഘാതങ്ങളായി, മുറിവുകളായി നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ടെങ്കിൽ അത് നമ്മളെ പരാജയങ്ങളിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ കാര്യങ്ങളെ ആത്മാവിൽ തിരിച്ചറിയുവാൻ തിരുവചന പഠനം നമ്മളെ സഹായിക്കട്ടെ. ഈ ആത്മീയ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഇന്നു മുതൽ തുടർച്ചയായ ഒരു പഠനം നാം നടത്താൻ പോവുകയാണ്. ദൈവവചന സത്യങ്ങൾ തിരിച്ചറിയുകയും ക്രിസ്തേശുവിന്റെ ദിവ്യ സ്വഭാവങ്ങൾ നമ്മളിൽ ആകുകയും പരിശുദ്ധാത്മാവിനാൽ നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കുകയും ചെയ്യും. നിശ്ചയമായും സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇന്ന് കേൾപ്പിക്കപ്പെട്ട തിരുവചന സത്യങ്ങൾ, മർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധാത്മാവിന് നിങ്ങളെ സഹായിക്കട്ടെ. വിടുതൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനുള്ളതാണ്. പരിശുദ്ധാത്മാവിനാലാണ് നാം ഭരിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ദുരാത്മാവിന് അവിടെ സ്ഥാനമില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ ജയകരമായി നയിക്കുവാൻ ഇന്നു മുതൽ നമ്മളെ സഹായിക്കും. ജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമാണ്, സാധ്യമാണ്, സാധ്യമാണ്. ദൈവജന മർമ്മങ്ങളെ നമുക്ക് ഇന്നു മുതൽ ഗ്രഹിക്കാം. ദൈവിക അഭിഷേകം പ്രാപിക്കാം. നമ്മുടെ ജീവിതം
അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി തീരട്ടെ. നമ്മളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ഭൂമിയിൽ വാഴുവാൻ തക്കവണ്ണമുള്ള ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ സവിശേഷമായ ദിവ്യ സ്വഭാവങ്ങൾ നമ്മളിലേക്കാകട്ടെ. അങ്ങനെ സകല മേഖലകളും ക്രിസ്തയേശുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മാവിന്റെ ശക്തിയും ബലവും ആത്മീയ മണ്ഡലങ്ങളും നമ്മൾ ഉയർന്നു വരുമ്പോൾ അത് മനസ്സിലും അതുപോലെ ശരീരത്തിലും വെളിപ്പെട്ടു വരും. മനസ്സിലുള്ള എല്ലാ ബന്ധനങ്ങളും എല്ലാ മുറിവുകളും ഉണങ്ങുന്ന ദിനമായി ഇന്ന് തീരട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, നിന്റെ ശരീരത്തിലെ രോഗബന്ധനങ്ങളെ കർത്താവ് വിടുവിക്കുക. രോഗത്തിന്റെ ആത്മാവിനെ യേശു കർത്താവ് മാറ്റിക്കളയുകയാണ്. ദൈവിക സൗഖ്യം സംഭവിക്കട്ടെ. ദൈവിക സൗഖ്യവും ദൈവിക സമാധാനവും ദൈവിക ആശ്വാസവും ദൈവിക അനുഗ്രഹങ്ങളും പ്രാപിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം സകലവിധ നന്മകളാലും നമ്മളെ നയിക്കട്ടെ. പരിശുദ്ധനും നിത്യനുമായ കർത്താവും സ്വർഗീയനാഥനുമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ കേൾക്കുന്ന ദൈവജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ മക്കൾ അനുഗ്രഹമായി ഈ ദേശത്ത് വാഴട്ടെ. പ്രാർത്ഥനകളുടെ കൃപകൾക്കായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത്തരത്തിൽ ചുരുങ്ങിയ ദൈവിക സന്ദേശങ്ങൾ കേൾക്കുവാൻ താഴെ പറയുന്ന ലിങ്കിൽ ബന്ധപ്പെടുക. വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 7:30 തൊട്ട് 8:30 വരെ ഗൂഗിൾ മീറ്റിൽ ദൈവവചന പഠനവും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ആ നമ്പറിൽ ബന്ധപ്പെട്ടാട്ടെ. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.